കൊട്ടിയൂരിൽ കാട്ടാനകളെ തടയാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കലാമസ് ചൂരൽ നട്ടുപിടിപ്പിച്ചു. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലാണ് പ്രതിരോധ വേലി എന്ന നിലയിൽ ചൂരൽ നട്ടുപിടിപ്പിച്ചത്. കൊട്ടിയൂരിൽ കാട്ടാനകളെ തടയുന്നതിനാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കലാമസ് വേലി നട്ടുപിടിപ്പിച്ചത്. മുള്ളുള്ള ഒരിനം ചൂരലാണ് കലാമസ്. ചൂരൽ ജൈവ പ്രതിരോധ വേലിയായി വളരുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലാണ് ജൈവ ചൂരൽ വേലി നിർമ്മിക്കുന്നത്. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽപ്പെട്ട അമ്പായത്തോട്ടിലാണ് ചൂരൽ തൈകൾ നട്ടത്. വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ CCF അഞ്ജൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജൈവ വേലിയായി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ചൂരലിൻ്റെ ഒരു പ്ലാന്റേഷൻ പോലെയാണ്. അപ്പോൾ ഈ ചൂരൽ തൈകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മുള്ളുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ വന്യജീവി സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവികളുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായിരിക്കും. ഇത് പല സ്ഥലങ്ങളിലും ഇത് ഫലപ്രദമായിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നോക്കിയിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1/2 മീറ്റർ അകലത്തിലാണ് കലാമസ് ചൂരൽ നട്ടത്. ഈ വർഷം 2000 ചൂരൽ തൈകൾ നടും. വനാതിർത്തി നിറയെ ചൂരൽ നട്ടുപിടിപ്പിക്കാനാണ് തീരുമാനം. മാർക്ക് പ്രസിഡന്റ് വിവിയൻ ഫെർണാണ്ടസ്, വൈൽഡ് ലൈഫ് വാർഡൻ G പ്രദീപ്, കണ്ണൂർ SIP V രതീഷ്, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ, മാർക്ക് സെക്രട്ടറി ഡോക്ടർ റോഷ്നാഥ് രമേശ്, വൈസ് പ്രസിഡന്റ് റിയാസ് മാങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.